ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ ആ നാട്ടിൽ മഷീട്ടും ഒക്കെ കിട്ടില്ല. അതിൽ താനെന്താണോ മഷീട്ട് നോക്കാൻ പോകുന്നേ? ഇന്ന് 11 മണിക്ക് നമ്മുടെ ആ കടത്തിന്റെ അവിടെ ചെറുക്കനും കൂട്ടരും എത്താമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവരെന്തിനാ അവിടെ വന്ന് നിൽക്കണേ? അതിനവർക്ക് ഇങ്ങോട്ട് വരാൻ വഴിയറിയണ്ടേ? അങ്ങോട്ടിരുന്നാട്ടെ. അയ്യോ ചേട്ടത്തി, ഇരിക്കാനൊന്നും സമയമില്ല. ഇന്നാ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോന്റെ കല്യാണം. ആഹാ, അതിന്റെ ഇടപാടെന്താനാണോ? പിന്നെ അല്ലയോ, അവിടെ പോയി തലയൊന്ന് കാണിച്ചേച്ചും ഞാൻ ഇപ്പം വന്നേക്കാം. താനെങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ? അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറ്റില്ല. താൻ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അതിലൂടെ കുടിയത്തിനില്ലയോ? അവനുള്ളതും ഇല്ലാത്തതും കണക്കാം. ചേർത്തി, ഈ നാട്ടിൽ ഏറ്റവും ബിസിയായ ഒരു ബ്രോക്കറാ ഈ മാത്തച്ഛൻ. മാത്തച്ഛനില്ലാതെ ഈ നാട്ടിൽ ഒരു കല്യാണം നടക്കത്തില്ല. അത് ശരിയാ. എവിടെ കല്യാണം ഉണ്ടോ അവിടെ മാത്തച്ഛനും. ഇടിച്ചിട്ട് വാടാ. അപ്പച്ച, അവരെ കണ്ട എനിക്കെങ്ങനെ മനസ്സിലാവുക? എടാ, അവരൊരു ചന്ദന കളറുള്ള മാരുതിക്കാറിലാ വരുന്നത്. നീ ആ കടത്തേടവിന്റെ അവിടെ പോയിരുന്നാ മതി. പെണ്ണാണാൻ വന്നവരല്ലേ? അതെ, നിർത്ത്. ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുക. എന്തിന്? പെണ്ണിന്റെ വീട്ടിലേക്ക് എന്നോട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. ബ്രോക്കർ എവിടെ? അപ്പൊ വേറെ സ്ഥലം വരെ പോയിരിക്കാം. ബ്രോക്കറുടെ മോനാ? അതെ. എന്നാ പിന്നെ ആദ്യം പറഞ്ഞേ, കേറ്. എന്റെ ചേട്ടനായതുകൊണ്ട് പറയല്ല, ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ നാട്ടിൽ വേറെ ഇല്ല. നാട്ടില് ഞങ്ങൾ സൽസ്വഭാവി ബ്രദേഴ്സ് എന്നാ അറിയപ്പെടുന്നത്. സോറി. ചെറുക്കനെ കണ്ടാ തന്നെ അറിയാം പാവമാണെന്ന്. പക്ഷേ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അത് മുമ്പില്ലായിരുന്നു, അടുത്ത കാലത്തുണ്ടായ ഒരു കാർ ആക്സിഡന്റിൽ പറ്റിയതാ. എന്താ ഇയാളൊന്നും മിണ്ടാത്തത്? അല്ല, അത് പിന്നെ നാണവാ. ഇതുവരെ തല ഉയർത്തി ഒരു പെണ്ണിന്റെ മുഖത്തോലും നോക്കിയിട്ടില്ല. എന്താണോ ഇത്? പെണ്ണിനെ കാണാൻ ധൃതിയായല്ലേ? അതല്ല, അതന്നെ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അതെ, പെണ്ണ് വരുമ്പോ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇച്ചായം കുട്ടിയുടെ നടത്തവും സംസാരവും ഒക്കെ വാച്ച് ചെയ്താൽ മതി. നിന്റെ ഈ ചോദ്യങ്ങൾ കാരണമാണ് കോട്ടയത്തെ കല്യാണം കുളം കുത്തിയത്. അതെന്റെ കുഴപ്പമില്ല. രൂപവും ഭാവവും കണ്ടപ്പോ അത് പെണ്ണിന്റെ അമ്മയായിരിക്കുന്ന ഞാൻ കരുതിയത്. സത്യം പറ, അത് അമ്മയല്ല കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഇച്ചായനൊന്നും ഞെട്ടി. ചായ കുടിക്കും. പേരെന്താ പറഞ്ഞത്? ശാന്തമ്മ. ഏതുവരെ പഠിച്ചു? 4ാം ക്ലാസ് വരെ. അമ്മച്ചിക്ക് മറുപടി പറയാനുള്ള ചോദ്യങ്ങള് ഞങ്ങൾ വേറെ ചോദിക്കുന്നുണ്ട്, അപ്പൊ പറഞ്ഞാ മതി. ഏതുവരെ പഠിച്ചു? BSc പാസ്സായി. തെക്കും തലക്കാരെന്ന് പറഞ്ഞ ഈ നാട്ടിൽ എല്ലാരും അറിയും. ഈ തെക്കും തല എന്ന പേര് വരാൻ കാരണം? അല്ല, നിങ്ങളുടെയൊക്കെ തലകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ എന്തെങ്കിലും? ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളേ ഉള്ളൂ. എവര് കുട്ടിയായിരിക്കുമ്പോ തന്നെ എവരുടെ അപ്പനും അമ്മയും മരിച്ചു. പിന്നെ ഞാനായി എവരെയൊക്കെ വളർത്തിയത്. ഹായ്. ഇത് ഷേർലി, ബീനയുടെ അനീറ്റിയാ. എറണാകുളത്ത് പഠിക്കുക. ബീനനെ കാണാമെന്നവരാ. നോക്കൂ, നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഏയ് ഇല്ല, ഞാനങ്ങനെ ഷോപ്പിങ്ങിനൊന്നും പോവാറില്ല. അപ്പൊ മനസ്സിലായി. എന്ത്? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആളെല്ലാം. അത് ശരി. എന്താ ഇതൊക്കെ? അതൊക്കെ പിന്നെ പറയാം. ഇച്ചാന് കുട്ടി ഇഷ്ടമായോ?
കൊച്ചു കള്ള. എന്താ നീ വൈകിയത്? ബസ് കിട്ടാൻ വൈകി. അതിരിക്കട്ടെ, നിനക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടോ? പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അപ്പൊ ഇയാൾക്കൊരു കല്യാണമൊക്കെ ആലോചിച്ചുകൂടെ? ആ നോക്കണം. അയ്യോ, എനിക്ക് കല്യാണമൊന്നും വേണ്ട. ഇച്ചായന്റെ കഴിഞ്ഞിട്ട് മതി. ഇങ്ങനെയുള്ള കളികളെ ഫ്രണ്ട്സായിട്ട് നീ കൊണ്ടു നടക്കുന്ന എന്തിനാ? അയ്യോ, അവക്ക് ഈ മോഷണം ഒരു ഹോബിയാണെന്ന് പിന്നീടല്ലേ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ പോലെ. എന്നാ ഞങ്ങൾ അപ്പച്ചനോട് സംസാരിച്ചിട്ട് വിവരങ്ങൾ ബ്രോക്കറോട് പറഞ്ഞേക്കാം. വരട്ടെ അമ്മച്ചി. ശരി മക്കളെ. ആ വരൂ വരൂ വരൂ. ഇവര് വഴി അറിയാതെ കടവിൽ കുടുങ്ങിപ്പോയി, അതുകൊണ്ടാ ലേറ്റ് ആയത്. ഇവരൊക്കെ ആരാ? ഇത് കല്യാണ ചെറുക്കൻ, ഇത് കല്യാണ ചെറുക്കന്റെ അപ്പൻ. നമസ്കാരം. ഞാൻ എന്റെ മകന്റെ അടുത്ത് അടയാളം പറഞ്ഞു കൊടുത്തിരുന്നത് ഇവര് മാരുതി കാറിൽ വരുന്ന. കാറ് കേടായതുകൊണ്ട് ഇവര് വേറെ കാറ് വിളിച്ചു വന്നു. അപ്പൊ ഇവരാ? നിന്നോട് പെണ്ണ് കാണാൻ പറഞ്ഞ വീട്ടിൽ പോവാതെ വേറെ വീട്ടിൽ പോവാൻ ആരാ പറഞ്ഞേ? അതൊരബദ്ധം പറ്റിയതാ. പക്ഷെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ, നല്ല കുടുംബക്കാരും. അല്ലടാ? അതെ. അതിരിക്കട്ടെ, നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോടാ മോനെ? അല്ല, അത് പിന്നെ അമ്മച്ചി വളരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ തൊടല് പൊട്ടിക്കുന്നത്. തൊടല് പൊട്ടിക്കാൻ ഞാൻ എന്താ പട്ടിയ? പട്ടിയും പൂച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. സത്യം പറയടാ, എത്ര കാലമായി നീ ആ പെണ്ണുമായിട്ട് ബന്ധം തുടങ്ങിയിട്ട്? അയ്യോ അപ്പച്ച, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ആ പെൺകുട്ടിയെ കാണുന്നത് പോലും. ഇവിടെ ആരും പ്രേമിച്ച് വിവാഹം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇഞ്ചക്കാട്ടിൽ ആരും പ്രേമിച്ച് വിവാഹം കഴിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. അതിന് ഇഞ്ചക്കാട്ടി പ്രേമിക്കാൻ യോഗ്യതയുള്ളവരാരെങ്കിലും പണ്ട് ഉണ്ടായിട്ട് വേണ്ടേ? അതെന്താടി എനിക്കൊരു യോഗ്യത കുറവ്? ഒരു കുറവുമില്ല. ആ, കല്യാണത്തിന് മുമ്പ് ഒന്ന് കാണേണ്ടതായിരുന്നു. കേട്ടോ മക്കളെ, ഞാൻ വന്നേ പിന്നെ ഇത് ഞാനൊരു മനുഷ്യക്കോലായത് തന്നെ. നന്നായപ്പോ ഉള്ള കോലം തന്നെ ഇതാണെങ്കിൽ പണ്ട് അപ്പച്ചനെ കാണുമ്പോ അമ്മച്ചിക്ക് പേടി തോന്നിയിരിക്കണമല്ലോ. പിന്നെ മക്കളെ, എന്നാ ഞാനൊരു സത്യം പറയട്ടെ. അപ്പച്ചന് എത്ര നല്ല നല്ല കല്യാണാലോചനകൾ വന്നിട്ടുണ്ടെന്നറിയോ? ഈ ജാതിയൊന്നല്ല, സുന്ദരികള് ധാരാളം സ്ത്രീധനവും. പിന്നെ സുന്ദരികൾ വരുന്നു. നിങ്ങളുടെ പണ്ടത്തെ കോലം മനുഷ്യര് കാണാതിരിക്കാൻ വേണ്ടിട്ടല്ലേ നമ്മുടെ കല്യാണ ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞത്? ആര് കീറി കളഞ്ഞു? നിങ്ങൾ കീറിക്കളഞ്ഞു. ദേ വേണ്ടാത്ത വർത്തമാനം വേണ്ടാതെ വേണ്ടാതെ. ഞാനാണോ ഇപ്പൊ പറഞ്ഞത്? വേണ്ട വേണ്ട, അത് ഞാൻ- നിർത്ത്. അപ്പച്ചൻ ആ ഫോട്ടോ കീറിക്കളഞ്ഞതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനും ഇച്ചായനുമാ. പറഞ്ഞു കൊടുക്കടാ. ആ കുഞ്ഞുനാളിൽ ഓരോ കാര്യത്തിന് കരയുമ്പോ വല്യമ്മച്ചി ആ ഫോട്ടോ കാണിച്ച് പേടിപ്പെടുത്തിയ ഞങ്ങളുടെ കരച്ചിൽ നിർത്തിക്കൊണ്ടിരുന്നത് ഇല്ലേ ചായ? അതന്നെ. ഒറ്റ പെടവെച്ചെന്നുണ്ടല്ലോ. എന്നതാണെന്ന്? അല്ല, ഇവൻ എന്തിനാ കിടന്ന് കയറി പൊട്ടിക്കണേ? അവന്റെ കഴിഞ്ഞാലല്ലേ ഇവന് കെട്ടാൻ പറ്റൂ. അതിന്റെ തിരക്ക് തന്നെയാ. കെട്ട്. ഇവന് അസുഖമായി കിടന്നപ്പോ നമ്മൾ രണ്ടുപേരും കൂടി നേർന്ന നേർച്ചയും കാഴ്ചയൊക്കെ നീ മറന്നോ? എന്താണത്? മോനെ, നിന്റെ അസുഖം മാറിയ നിന്നെ പള്ളിയിൽ അച്ഛനാക്കാന്ന് ഈ അപ്പച്ചന് നേർച്ചയുണ്ട്. എന്നാ അപ്പച്ചൻ ഒരു വാക്കെന്നോട് നേരത്തെ പറയണ്ടേ? എനിക്കും നേർച്ചയുണ്ട്. എന്ത്? അതെ, എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയെ പള്ളിയിൽ അച്ഛനാക്കാമെന്ന് ഞാനും വളരെ നേരത്തെ നേർന്നതാ. ആ നേർച്ച മാറ്റി വെച്ചേക്ക്. എന്നാ അപ്പച്ചന്റെ നേർച്ച അപ്പച്ചൻ കൊണ്ട് മാറ്റി. ഞാനത് മാറ്റി വെച്ചു. ഞാൻ മാറ്റി. ഞാൻ മാറ്റി. എന്താ ഇത്? ഒന്ന് നിർത്തുന്നുണ്ടോ? അതെ, ഇച്ചാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. ഇവൻ ആ പെങ്കൊച്ചിനെ ഇഷ്ടമെങ്കിൽ നമുക്ക് അതങ്ങ് ആലോചിച്ചാലോ? അങ്ങനെയാണെങ്കിൽ അമ്മച്ചി നാളെ തന്നെ പെണ്ണിന്റെ വീട്ടിൽ പോയി പറഞ്ഞുറപ്പിക്കണം. അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും പോയി കല്യാണം ഉറപ്പിച്ചിട്ട് പോയാ പിന്നെ പറഞ്ഞിട്ട് ആ, കാര്യം. അതിനെ കുറിച്ചൊന്നും ഓർത്തിച്ചാൻ വിഷമിക്കണ്ട. ഇത് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. ഏതായാലും അപ്പച്ച ഓക്കെ പറഞ്ഞല്ലോ. ഞാനിപ്പോ ഓക്കെ പറഞ്ഞു. ഓക്കെ പറയുമല്ലോ. നീ എന്താ? എന്തിന്? ആ ദേ എന്റെ മക്കളെ, ഞാൻ ഇന്ന് വരെ നിങ്ങളുടെ ഒരു കാര്യത്തിനും എതിരെ നിന്നിട്ടില്ല, ഇനി നിൽക്കൂല. പോരെ? അപ്പച്ച അടിക്ക. വെക്കലവിടെ കോച്ച് കള്ളൻ. അയ്യോ, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ തൊടുപുഴക്കാരുടെ ആലോചന ഏതാണ്ട് ഉറപ്പിച്ച മട്ട. ഇനി പയ്യന്റെ ആൾക്കാർ വന്ന് കല്യാണ തീയതി നിശ്ചയിച്ച മാത്രം മതി. ഞാൻ വേറെ വഴിക്ക് അന്വേഷിച്ചപ്പോ ഒന്നും അങ്ങോട്ടെങ്ങനെ ഉറപ്പിച്ചിട്ടില്ലാന്നാണല്ലോ അറിഞ്ഞത്. ആര് പറഞ്ഞു? ഇനി ഉള്ള കാര്യം പറയാലോ മാത്തച്ഛൻ ചേട്ടാ. ഇഞ്ചക്കാട്ടുകാരും തെക്കും തലക്കാരും തമ്മിൽ വലിയ അടുപ്പത്തില്ല. ആ അപ്പച്ചൻ ഒരു 100 പ്രാവശ്യം എന്നോട് പറഞ്ഞതാ, ഈ ബന്ധത്തില് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല, പുള്ളിക്കാരെ ഇത് നേരിട്ട് നടത്തിക്കൊള്ളാം എന്ന്. പിന്നെ ചേട്ടന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഭീമമായ കമ്മീഷൻ നഷ്ടപ്പെടണ്ടെന്ന് കരുതി ഞാനാ പറഞ്ഞത് അപ്പച്ച ഈ കാര്യങ്ങൾ നേരിട്ട് പ്രൊസീഡ് ചെയ്യണ്ടെന്ന്. ഭീമമായ കമ്മീഷനോ? അതെ, ഈ കല്യാണ ബ്രോക്കർമാർക്ക് കമ്മീഷൻ വാരിക്കോരി എറിയുന്നത് ഇഞ്ചക്കാട്ടുകാരുടെ ദൗർബല്യമാ. അയ്യോ, തൊടുപുഴക്കാരുടെ കാര്യം അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഇനി പിന്നെ ഉറപ്പിച്ചാൽ തന്നെ ഞാൻ വിചാരിച്ചാൽ അത് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് പിന്നെ തരം പോലെ കാര്യങ്ങൾ മാറ്റാൻ കഴിവുള്ള ആളാണ് ചേട്ടൻ എന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോ തെക്കൻ തലയിലോട്ട് പോവാ. ചേട്ടൻ വരുന്നോ അതോ? ഞാൻ വരുന്നു. ആ റോഹിച്ചൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഈ കല്യാണം ഞാൻ നടത്തി തരാം. എന്നാ കേറ്.
പിന്നെ ഞങ്ങൾ വേറെ അന്വേഷിച്ചെന്ന് പറഞ്ഞതും അപ്പച്ചന് തെക്കും തലക്കാരുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞതും ബ്രോക്കർമാർക്ക് ഭീമമായ കമ്മീഷൻ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞതും ഒക്കെ കള്ളമാണ്. കളി ഇന്ത്യക്കാട്ടുകാരോട് വേണ്ട. കേറ് കേറ്. ദേ, ദേ, അവിടെ അവിടെ എവിടെ? അവിടെ കൊമ്പിന്റെ സൈഡിലേ. കൊമ്പിന്റെ സൈഡിലല്ലേ ഇപ്പൊ? അങ്ങോട്ട് നോക്ക്. ദേ, ഒരു കുത്തുവച്ചിരും കേട്ടോ. അതെ, അത് തന്നെ. അതെ, വെറുതെ പിടിച്ചിറങ്ങി താഴെ വീഴണ്ട. അതൊക്കെ ഇറങ്ങിയാ മതി. ഓ, ഇയാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം എനിക്ക് താഴെ. എന്തോ വല്ലം പറഞ്ഞോ? അവിടെ കേൾക്കാനായിട്ടൊന്നും പറഞ്ഞില്ല. ആ, തന്നെത്താൻ സംസാരിക്കുന്നത് വട്ടിന്റെ ലക്ഷണമാണ് എന്ന് പലരും പറയാറുണ്ടെങ്കിലും ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഈ മറ്റുള്ളവർ പറയുന്നൊന്നും കാര്യമാക്കണ്ട. തന്നെത്താനെ സംസാരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അത് തുറന്നോളൂ. ഓ, പിന്നെ മറ്റേ ടെക്സ്റ്റൈൽ സംഭവം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തായി ടെക്സ്റ്റൈൽ സംഭവം? ഒന്നുമില്ല മാത്തച്ഛൻ ചേട്ടാ, ഷെർലിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിക്ക് ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആയിട്ട് ഒരു ജോലി കൊടുക്കണമെന്ന് ഇല്ലേ? അതെ. നല്ല സ്വഭാവമുള്ള കുട്ടിയാ. ഈ ടെക്സ്റ്റൈൽസിലൊക്കെ നിർത്താൻ പറ്റിയ കുട്ടി. ആരാ മോളെ? പറഞ്ഞ കാര്യമൊക്കെ അതൊക്കെ ഞാൻ ഏറ്റെന്ന്. എന്താ മാത്തച്ച? താണ്ടമ്മച്ചിക്ക് ഇയാളറിയില്ലേ? അറിയില്ലെന്നോ? കൊള്ളാം. നമ്മുടെ മറ്റേ പയ്യന്റെ അനിയൻ പയ്യനല്ലയോ? അമ്മച്ചിയുടെ ഓർമ്മശക്തി അപാരം തന്നെ. എന്റെ ജീവിതത്തിൽ ആ, മതി മതി, വന്ന കാര്യം പറ. ഒന്നിങ്ങോട്ട് വന്നേ. അങ്ങോട്ടേക്ക് വരൂ. അവിടെ ഇരിക്കെ, ഞാൻ പറഞ്ഞ് ശരിയാക്കാൻ വന്നു. ഇയാളെന്തിനാ പിന്നെയും വന്നിരിക്കുന്നേ? ആവോ, എനിക്കറിഞ്ഞൂടാ. ശരി, നിനക്ക് ഈ പാർട്ടിയാണോ ഇഷ്ടം അതോ തൊടുപുഴയിൽ നിന്ന് പാർട്ടിയാണോ ഇഷ്ടം? എനിക്ക് അങ്ങനെയൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ല എന്ന് ദേ ദേ ദേ, പെണ്ണിന്റെ മുഖം കണ്ടാലറിയാം. ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഒരു അനിയുള്ളതൊഴിച്ചാ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇതെന്നെങ്ങ് നടന്നാ മതിയായിരുന്നു. അതിനെ അവർക്കൂടെ ഇഷ്ടാവണ്ടേ? പയ്യന് ബീനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് കല്യാണം നടത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു വിരോധവും ഇല്ല. പക്ഷേ കൂടുതലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അയ്യോ, സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് യാതൊരു ഡിമാൻഡും ഇല്ല എടുത്തി. ഞങ്ങൾക്ക് സ്ത്രീധനമേ വേണ്ട. ആ, അതിനെ ഇഞ്ചക്കാടൻ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തുകൊണ്ടും ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കത്തുള്ളൂ. ഇഞ്ചക്കാരനോ? അതെ, ഇഞ്ചക്കാടില്ലേ? മത്തായിയുടെ മക്കളാ ഞങ്ങള്. അതെയോ? ചേർത്തി അറിയോ? പിന്നെ അറിയില്ലേ, എന്റെ മോൻ തോമാച്ചനും നിങ്ങളുടെ അപ്പം മത്തായി വലിയ കൂട്ടുകാരായിരുന്നു. രണ്ടുപേരും ഒരു സ്ഥലത്താ ജോലി ചെയ്തിരുന്നത്. ദൈവം വലിയവൻ തന്നെയാടി. അല്ലെങ്കിൽ ഇവൻ എവിടെയൊക്കെ പെണ്ണ് കാണാൻ പോയതാ. അവസാനം വാഴക്കുളത്ത് പോവാനും വീട് മാറി തെക്കുംതല തൊമ്മിച്ചന്റെ വീട്ടിൽ പോവാനും ആ പെണ്ണിനെ കണ്ടതും അവളെ ഇഷ്ടപ്പെട്ടതും ഒക്കെ കർത്താവിന്റെ നിശ്ചയമാടി. അതന്നെ. സത്യം പറഞ്ഞ ബ്രോക്കർക്കുള്ള കമ്മീഷൻ പകുതി എനിക്കാ തരേണ്ടത്. അതെന്തിനാ? ഈ ആലോചനയുടെ ഒരു സൂത്രധാരൻ ഞാനല്ലേ? എന്നാ എന്റെ പൊന്നുമോൻ ഒരു കാര്യം ചെയ്യ്, ഈ ടെക്സ്റ്റൈൽ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി കല്യാണ ബ്രോക്കർ ആയിട്ടാണ് കൂടിക്കോ. അത് വേണ്ട. രൂപത്തിലും ഭാവത്തിലും ഒരു ബ്രോക്കറുടെ കട്ടുള്ളത് അപ്പച്ചനാ. അപ്പച്ചൻ തുടങ്ങിയോ? ധിക്കാരം പറയുന്നു. നിന്നെ ഞാൻ എന്തോ എന്തോ നമുക്ക് തുടങ്ങി. അപ്പച്ചൻ, അപ്പച്ചൻ ഈ ബ്രോക്കറെ പിടിക്കാൻ. ഒന്ന് നിർത്ത്. എന്തോന്നാ ഇത്? രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഒരുമാതിരി പിള്ളേരെ പോലെ. ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങൾക്ക് നിന്റെ അത്ര പക്വതയൊന്നുമില്ല. ഞങ്ങൾ പയ്യന്മാരാ. എന്താടാ? അല്ല, അതെ, ഇനിയിപ്പൊ പെണ്ണിനെയും തറവാടും ഒന്നും അന്വേഷിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ആ, ഒരു കാര്യമില്ല. പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ ഉടനെ വിളിച്ചു വലിയ കല്യാണം അങ്ങ് നടത്താം. അതെ, അല്ലാതെ ഈ തിരക്കിനിടയിൽ എന്റെ കല്യാണ കാര്യം കൂടി ആലോചിച്ചോണ്ടിരിക്കാൻ സമയമില്ല. ഇല്ല അതന്നെ ഏതന്നെ? അതന്നെ. എന്റെ ദൈവം, ഈ അത് തന്നെയുള്ള ഏറ്റവും വലിയ കുഴപ്പം.